ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് റാഗി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് നോക്കാം. അതിന് ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് ഉഴുന്നും ക്വാർട്ടർ ഗ്ലാസ് ചെറുപയറുമാണ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈകുന്നേരം ഞാൻ അരക്കുകയാണ്. ഇപ്പോൾ അതാ നന്നായിട്ട് കഴുകിയ ശേഷം നന്നായിട്ട് കഴുകണം, എന്നിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പും ഇത് അരയ്ക്കാൻ പോവാണ്. അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം സെക്കൻഡ് ട്രിപ്പും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരച്ചതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത ശേഷം നമ്മുടെ മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് അടച്ച് മാറ്റി വയ്ക്കാം, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് നാളെ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം മോർണിംഗ് ആണ്. നമ്മുടെ മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഫെർമെൻറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ദോശയ്ക്ക് നമ്മുടെ മാവ് റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് ഫെർമെൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. തിക്കായിട്ടാണല്ലോ ഇരിക്കണേ. അപ്പോൾ പാകത്തിന് വെള്ളം ആഡ് ചെയ്ത ശേഷം ദോശക്കല്ല് ഗ്രീസ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ദോശ ഉണ്ടാക്കുകയാണ്, റാഗി ദോശ. സമ്മന്തിക്ക് ആസ് യൂഷ്വൽ ഉള്ളി സമ്മന്തി, ഉള്ളിയും തക്കാളിയും മുളകുമൊക്കെ വഴറ്റിയിട്ട് അരയ്ക്കാനായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ദോശ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. കല്ലിൽ നിന്ന് വിട്ടും വരും. നമുക്ക് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കാം ഈ ദോശ. അപ്പോൾ അങ്ങനെ നമ്മുടെ റാഗി ദോശ, ഹെൽത്തി റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ റിച്ച് ആണല്ലോ. റാഗിയും ആഡ് ചെയ്തിട്ടുണ്ട്, ചെറുപയറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നേരം നമുക്കിതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ദോശയും കഴിക്കാം. അരിക്ക് പകരം നമുക്കിത് റാഗി ചേർത്തിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം. ദോശക്കല്ലിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്, ഒരു പിടുത്തോ ഒന്നുമില്ല, നല്ല ടേസ്റ്റുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ മില്ലറ്റ്സ് വെച്ചിട്ടും സെപ്പറേറ്റായിട്ട് നമുക്ക് ഇതുപോലെ അരച്ച് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ റാഗിയും നമ്മുടെ ചെറുപയറും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം.